ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 100 രൂപയിൽ താഴെ മാത്രം വില വരുന്ന കളർ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു റിയൽ ഫേസ് കളർ ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫേസിൽ കളർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് യെല്ലോ കളർ എടുക്കുക. എവിടെയൊക്കെയാണോ കളർ വേണ്ടത്, അതായത് എവിടെയൊക്കെയാണോ ഹൈലൈറ്റ് ഒഴിച്ച് നമുക്ക് എവിടെയൊക്കെയാണോ കളർ വേണ്ടത് അവിടെ എല്ലായിടും നമ്മളൊന്ന് കളർ ചെയ്യുക. ലൈറ്റായിട്ട് വേണം ആദ്യം കളർ ചെയ്യാനായിട്ട്. യെല്ലോ എടുക്കുക, ലൈറ്റായിട്ട് കളർ ചെയ്യുക. അതിനുശേഷം നമ്മൾ യെല്ലോ എടുത്തതിന് ശേഷം ഡാർക്കായിട്ട് എവിടെയൊക്കെയാണോ ഡാർക്ക് വേണ്ടത് അവിടെ എല്ലാം കളർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫേവറിറ്റ് കാസ്റ്റലിൻ്റെ 75 രൂപയുടെ കളറാണ് എടുത്തിരിക്കുന്നത്. 75 രൂപ വരുന്ന കളറാണ് എടുത്തിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നോക്കുവാണെങ്കിൽ ഇതിലൊരു 95 രൂപയ്ക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കടകളിലൊക്കെ 75 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഇതിലിപ്പോൾ 12 കളർ വരുന്നുണ്ട്. 6 കളർ പെൻസിലാണ്. അതിൽ മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ ഒരു പെൻസിലിൽ 2 കളർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ ഡാർക്ക് വയ്ക്കേണ്ടത് അവിടെ എല്ലായിടും നമ്മൾ യെല്ലോ ഉപയോഗിച്ച് തന്നെ ഡാർക്ക് വയ്ക്കുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഓറഞ്ച് കളറാണ് എടുക്കുന്നത്. ഓറഞ്ച് കളർ എടുത്തതിന് ശേഷം എവിടെയൊക്കെയാണോ നമുക്ക് ഡാർക്ക് കൂടുതൽ വേണ്ടത്, അതായത് ഹെയറിൻ്റെ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ കണ്ണ്, ചെവി, എവിടെയൊക്കെയാണോ ഡാർക്ക് കൂടുതൽ വേണ്ടത് അവിടെയെല്ലാം നമ്മൾ ഓറഞ്ച് ഉപയോഗിച്ച് ഡാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫേസിൽ കളർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന 3 കളറാണ്. യെല്ലോ, ഓറഞ്ച്, ബ്രൗൺ ആണ് നമ്മൾ ഈ ഫേസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഫേസിൽ ഉപയോഗിക്കുന്നത് ഓറഞ്ച്, യെല്ലോ, അതുപോലെ തന്നെ ബ്രൗൺ ആണ്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്ത് കുറച്ച് കൂടുതൽ ഡാർക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഓറഞ്ച് കൂടുതൽ കളർ ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ കണ്ണാണ് കളർ ചെയ്യാൻ പോകുന്നത്. കണ്ണ് കളർ ചെയ്യാനായിട്ട് ആദ്യം ബ്രൗൺ എടുത്തതിന് ശേഷം കണ്ണിൻ്റെ 2 സൈഡ് നമ്മൾ കളർ ചെയ്യുന്നുണ്ട്, വരച്ച് വിടുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയൊക്കെയാണോ കൂടുതൽ ഡാർക്ക് വേണ്ടത് അവിടെയെല്ലാം നമ്മൾ ബ്രൗൺ ഉപയോഗിക്കുന്നുണ്ട്. അതായത് കണ്ണിൻ്റെ മുകൾ ഭാഗം, അതുപോലെ തന്നെ മൂക്കിൻ്റെ അകത്ത് അധികം ലൈറ്റ് കയറത്തില്ല, അപ്പോൾ അവിടെ ഡാർക്ക് ആയിരിക്കും, അവിടെയും നമ്മൾ ഡാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചുണ്ട്, മേൽചുണ്ടും കീഴ്ചുണ്ടും കൂടെ ജോയിൻ്റ് ആവുന്നൊരു ഭാഗം കാണും, അവിടെ നമ്മൾ ബ്രൗൺ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം ലൈറ്റ് ഗ്രീൻ എടുത്തതിന് ശേഷം നമ്മൾ പുരികം കളർ ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഗ്രീൻ എടുത്ത് പുരികം ഒന്ന് കളർ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ബ്രൗൺ കളർ ഉപയോഗിച്ച് നമ്മൾ വീണ്ടും ചെയ്യുന്നുണ്ട്. ബ്രൗൺ കളർ ഉപയോഗിച്ച് വീണ്ടും പുരികം ചെയ്യുന്നുണ്ട്. അപ്പോൾ പുരികത്തിൽ ബ്ലാക്ക് ഹെയർ വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഗ്രീനും, അതായത് ലൈറ്റ് ഗ്രീനും ബ്രൗൺ ഉപയോഗിച്ചൊന്ന് കളർ ചെയ്യുക. അതിന് ശേഷം വേണം നമ്മൾ ബ്ലാക്ക് എടുത്തതിന് ശേഷം വരച്ച് വിടാനായിട്ട്, പുരികത്തിലെ ഹെയർ നമ്മൾ വരച്ച് വിടാനായിട്ട്. അപ്പോൾ തന്നെ നമുക്ക് പുരികത്തിൻ്റെ ജോലി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ണിലെ കൃഷ്ണമണിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്കൈ ബ്ലൂ എടുത്തതിന് ശേഷം ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ വരുന്ന ഭാഗം മാത്രം മാറ്റിയതിന് ശേഷം നമ്മൾ സ്കൈ ബ്ലൂ കളർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ ബ്ലാക്ക് ഉപയോഗിച്ച് കളർ ചെയ്യുന്നുണ്ട്. കണ്ണെങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും പോയി കാണുക. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഹെയറാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പുരികം ചെയ്ത പോലെ തന്നെയാണ്. ആദ്യം ലൈറ്റ് ഗ്രീൻ എടുത്തതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്യുന്നുണ്ട്. ഹെയർ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മളൊന്ന് ഫുള്ളായിട്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് ഉപയോഗിച്ച് എവിടെയൊക്കെയാണ് ഹെയർ വരുന്നത് അവിടെയെല്ലാം നമ്മൾ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് വരയ്ക്കുന്നുണ്ട്. അതായത് എങ്ങോട്ടാണോ ഹെയർ സ്റ്റൈൽ അങ്ങോട്ട് തന്നെ നമ്മൾ ബ്ലാക്ക് ഉപയോഗിച്ച് വരച്ച് വിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ബ്ലാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ആദ്യം നമ്മൾ ലൈറ്റ് ഗ്രീൻ ഉപയോഗിച്ച് ഒന്ന് കളർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പുറത്തൂടെ ഹെയർ വരച്ച് വിടുക. ഇപ്പോൾ ലൈറ്റ് ഗ്രീൻ തന്നെ ഉപയോഗിക്കണമെന്നില്ല, നമുക്ക് സ്കൈ ബ്ലൂ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രീൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് സ്കിന്നുമായിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്ത് നിൽക്കുന്നതായിട്ട് തോന്നുന്നത് ലൈറ്റ് ഗ്രീനാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് ഗ്രീൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈറ്റ് ഗ്രീൻ ഉപയോഗിച്ചൊന്ന് കളർ ചെയ്തതിന് ശേഷം ഹെയർ വരയ്ക്കുക. ഓക്കെ, ഹെയർ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെയർ സ്റ്റൈൽ എങ്ങോട്ടാണോ അങ്ങോട്ട് വേണം നമ്മളെപ്പോഴും വരയ്ക്കാനായിട്ട് ഹെയർ. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന ഹെയറിൻ്റെ സ്ട്രക്ചർ എങ്ങോട്ടാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ചുകൂടെ ഡാർക്ക് ആഡ് ചെയ്യുമ്പോൾ ഡാർക്കായിട്ട് ഹെയർ കിട്ടുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഹെയർ കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ പൊട്ട് വരയ്ക്കുന്നുണ്ട്, ആ ഫേസിലെ ഒരു പൊട്ട് വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് ചുണ്ടാണ്. ചുണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞു പിള്ളേരുടെ ചുണ്ടെന്ന് പറയുന്നത് വലിയ ആൾക്കാരെ അപേക്ഷിച്ച് കുറച്ചുകൂടെ റെഡ് കളറായിരിക്കും, റെഡിഷ് കളർ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ റെഡ് എടുത്തതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് കളർ ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണോ നമുക്ക് റെഡ് ആവശ്യം വരുന്നത്, അതായത് കളർ ആവശ്യം വരുന്നത് അവിടെയെല്ലാം റെഡ് കളർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്കിന്നുമായിട്ടൊന്ന് കണക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ ഓറഞ്ച് കളർ ഉപയോഗിച്ച് റെഡിൻ്റെ പുറത്തൂടെ ഒന്ന് കളർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈലൈറ്റ്, അതായത് ഇപ്പോൾ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ വരുന്ന ആ വൈറ്റ് പാർട്ട് നമ്മളെപ്പോഴും വിട്ടിരിക്കണം. ഓക്കെ, നമ്മൾ ഏത് പടം കളർ ചെയ്താലും ഹൈലൈറ്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മളൊന്ന് ബ്രൗണും റെഡും ഒക്കെ ഉപയോഗിച്ചൊന്ന് ഡാർക്ക് ചെയ്യുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. ഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മൾ ബ്ലൂ ഡ്രസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സ്കൈ ബ്ലൂ എടുത്തതിന് ശേഷം ഒന്ന് കളർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡാർക്ക് ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഈ ചുളുക്കുകളും അതുപോലെ നിഴലും ഈ കോളറിൻ്റെ നിഴലൊക്കെ വരുന്ന ഭാഗത്ത് ഡാർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് എങ്ങനെ കളർ ചെയ്യാം അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ അടുത്ത വീഡിയോകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ചാനലിൽ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഒന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇത്രയാവും തന്നെ നമ്മൾ ഒരു റിയലായിട്ട് നമുക്കൊരു ഫേസ് നമുക്ക് ചെയ്തെടുക്കാം. അതും 75 രൂപയുള്ളൊരു കളർ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാം സിമ്പിളായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയും തന്നെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പുതിയ ഡ്രോയിങ് വീഡിയോകൾ തീർച്ചയായും നമ്മുടെ ചാനൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.